ഏപ്രിൽ 3-ാം തീയതി രാവിലെ 1:56 പാർലമെന്റിൽ ഈ വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയെടുക്കുന്നത്. 1:56 2 മണിക്ക് മറ്റൊരു പ്രമേയം പാർലമെന്റിൽ പാസാക്കുന്നുണ്ട്. ആ പ്രമേയം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 2025 ഫെബ്രുവരി മാസം 13-ാം തീയതി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയമാണ്. ഏത് പ്രമേയം? മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രമേയം. ഏത് മണിപ്പൂര്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ട നടന്ന മണിപ്പൂരിനെ കുറിച്ചാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ വയലൻസ് നടന്നത് 2023 മെയ് മാസം 3-ാം തീയതിയാണ് ആ വയലൻസ് ആരംഭിച്ചത്. അതിലെന്തൊക്കെ നഷ്ടങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചെന്നറിയാമോ? 250 പേർ ആ വയലൻസിൽ ഇതുവരെ കൊല്ലപ്പെട്ടു. 7000 പേർക്ക് വീട് നഷ്ടപ്പെട്ടു. 4800 വീടുകൾ കത്തിച്ചു കളഞ്ഞു. 35-ലധികം ആളുകളെ അവിടെ ഇപ്പോൾ കാണാനില്ല. 380 ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, ചർച്ചുകൾ അടക്കമുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. കന്യാസ്ത്രീകളെ വിവസ്ത്രകളായിട്ട് അവിടെ നടത്തിച്ചു. ഇത്രയുമൊക്കെ അവിടെ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധിയിൽപ്പെട്ടിട്ടും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതുവരെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2022 മെയ് മുതൽ 2024 ഡിസംബർ വരെ 2.5 കൊല്ലത്തിനിടയിൽ 258 കോടി രൂപ മുടക്കി 38 വിദേശ രാഷ്ട്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനിടയിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നിട്ട് പോലും സ്വന്തം രാജ്യത്ത് തൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ആളുകൾ ഇത്രയും പ്രതിസന്ധി അനുഭവിച്ചിട്ട് ആ മനുഷ്യൻ ഈ സാഹത്ത് വരെ അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല. ഇത്രയേറെ ക്രൈസ്തവ സമൂഹം രാജ്യത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന സന്ദർഭത്തിലാണ് ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്, ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹം സംഘപരിവാറിൻ്റെ, RSSന്റെ, BJPയുടെ ഒപ്പം നിലകൊള്ളാൻ ആവശ്യപ്പെട്ടതും പരസ്യമായി നിലകൊണ്ടതും എന്ന് നമ്മൾ മനസ്സിലാക്കണം.